അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തോട്ടത്തിൽ ഫുള്ളായിട്ട് കൊലയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫുള്ളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% കൊലയിട്ട് കഴിഞ്ഞ്. കാരണം നമ്മൾ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ന്യൂട്രിയൻസ് ഒക്കെ കറക്റ്റ് ആണോ, എല്ലാ കായ്കളും നല്ലപോലെ വിരിഞ്ഞിട്ടുണ്ടോ, അതോ ഏറ്റക്കുറച്ചിലുണ്ടോ, കായ്ക്ക് വലിപ്പത്തിൽ വ്യത്യാസങ്ങളുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്. കാരണം നമുക്ക് ഓരോ ഏകദേശം നമുക്ക് കാണാം ഇവിടെയൊക്കെ കൊലകളൊക്കെ വിരിഞ്ഞിരിക്കുന്നത് മുകൾപ്പടല തൊട്ട് അടിപ്പടല വരെ നല്ല രീതിയിൽ ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെയാണ് നമുക്ക് കൊലകളൊക്കെ വിരിഞ്ഞിട്ടുള്ളത്. കാരണം ന്യൂട്രിയൻസിൻ്റെ അളവൊന്നും വളരെ കാര്യമായിട്ട് കുറവാണെന്നില്ല. എന്നിരുന്നാലും ചില വാഴകളിൽ, അതായത് ഒരു 5% വാഴകളൊക്കെ കുറച്ച് ബാക്കോട്ടാണ്. അത് മണലംശം കൂടിയ ഏരിയകൾ, അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു 90% നല്ല രീതിയിലുള്ള കൊലകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചുറ്റിനും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം അവിടെയൊക്കെ ഇട്ടിരിക്കുന്ന ഏകദേശം കൊലകളൊക്കെ അത്യാവശ്യം വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കൂമ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ആദ്യം കൂമ്പിട്ടതൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് തന്നെ നമുക്ക് ആദ്യം കൂമ്പിട്ടതാണ്. അതൊക്കെ അത്യാവശ്യം വലിപ്പം നോക്കി അതിനകത്ത് ഇപ്പോൾ കാണാൻ സാധിക്കും. ഏകദേശം ഇനി 2 മാസത്തെ മൂപ്പുണ്ട്. അന്നേരം അതുകൂടി കണക്ക് കൂട്ടണം. നമുക്ക് 2 മാസത്തെ മൂപ്പ് ഇനിയും കൊലയ്ക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തണ്ടുവരപ്പൻ അടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് തണ്ടുവരപ്പൻ ഒരു 3.5 മാസം കഴിഞ്ഞപ്പോൾ അടിച്ചിരുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഇനി നമ്മൾ തണ്ടുവരപ്പൻ അടിക്കുന്നത്. അതിനായിട്ട് നമ്മൾ തോട്ടം ഫുള്ളായിട്ട് ക്ലിയർ ആക്കി ഇട്ടിരിക്കുകയാണ്. ഇലകളെല്ലാം അരിഞ്ഞ് തോട്ടത്തിൻ്റെ പുറത്തോട്ട് ഇലകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. ഇനിയിപ്പോൾ ബാക്കി കുറച്ചുകൂടി ക്ലീൻ ചെയ്യാനുണ്ട്. അതിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തണ്ടുവരപ്പന് ഉള്ള മരുന്നടിക്കാനായിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ 6ാമത്തെ വളപ്രയോഗം ചെയ്യും. പൊട്ടാഷ് യൂറിയാണ് ചെയ്യുന്നത്. 2:1 എന്ന കോംബോയിലാണ് നമ്മൾ പൊട്ടാഷ് യൂറിയ ചെയ്യുന്നത്. 2 കിലോ പൊട്ടാഷിന് 1 കിലോ യൂറിയ എന്ന കണക്കിൽ മിക്സ് ആക്കിയിട്ട് ഒരു വാഴയ്ക്ക് 200 ഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊട്ടാഷ് യൂറിയ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു വളപ്രയോഗങ്ങളൂടി ഈ വാഴയിൽ അവശേഷിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ യൂറിയ മാത്രമായിട്ട് ഇട്ട് കൊടുക്കും. അതോടുകൂടി ഈ കൊല്ലത്തെ വളപ്രയോഗങ്ങൾ നമ്മുടെ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കൊല മൂപ്പാകാനായിട്ട് കാത്തിരിക്കണം. ഏകദേശം ഇനിയിപ്പോൾ നമുക്ക് ഒരു 2 മാസം കൂടി, ആദ്യം കൂമ്പിട്ടതൊക്കെ ഇനി കൊല വെട്ടാനായിട്ട് 2 മാസം കൂടിയാണ് നമുക്കുള്ളത്. അതെ, ഈ കൊല്ലത്തെ വീഡിയോസുകൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാ കൊല്ലവും കൂടുതലായിട്ട് രോഗങ്ങൾ വരുന്ന തോട്ടങ്ങളാണ് ശ്രദ്ധിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതലായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തത് മഞ്ചേരിക്കുള്ളൻ എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഈ ചാനൽ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കേരളത്തിൽ ആൾക്കാർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ് മഞ്ചേരിക്കുള്ളൻ. അന്നേരം അതിൻ്റെ വളപ്രയോഗങ്ങൾ, വളർച്ചാ രീതികൾ, രോഗപ്രതിരോധ ശേഷി, അങ്ങനെ സംബന്ധപ്പെട്ട ഈ മഞ്ചേരിക്കുള്ളനെ സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കണം. നമുക്ക് ആൽക്കൂടി വാഴയ്ക്ക് വന്നിരുന്ന രോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കരിച്ചിലാണ്. നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഇനമാണ് മഞ്ചേരിക്കുള്ളൻ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ആദ്യം കൂമ്പിടുന്നതും ഏറ്റവും ആദ്യം കൊലവെട്ടുന്നതുമായിട്ടുള്ള ഒരു ഇനവും മഞ്ചേരിക്കുള്ളൻ തന്നെയാണ്. പിന്നെ മഞ്ചേരിക്കുള്ളൻ്റെ ഹൈറ്റ് നമുക്ക് ചെറിയ വേരിയേഷനൊക്കെ വരും. ചോല പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഹൈറ്റിൽ വേരിയേഷൻ വരും. അതർവൈസ് നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് എങ്കിൽ ആ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകുകയില്ല. അതുപോലെ തന്നെ ന്യൂട്രിയൻസുകളൊക്കെ മറ്റു വാഴകളെ പോലെയല്ല, ആദ്യത്തെ 4.5 മാസം നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല വിളവുകൾ കിട്ടുകയുള്ളൂ. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കൂമ്പിടുന്നതായത് കൊണ്ട് നമുക്ക് മറ്റു വാഴകളെ പോലെ കുറച്ച് ഒന്ന് വളർച്ച മുരടിച്ച് കഴിഞ്ഞാലും പിന്നീട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. പക്ഷേ മഞ്ചേരിക്കുള്ളനെ സംബന്ധിച്ച് ആദ്യത്തെ സ്റ്റേജുകളിൽ വളർച്ച മുരടിച്ച് കഴിഞ്ഞാൽ കൊല വളരെയധികം മോശമാകും. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ 4.5 മാസം നല്ല രീതിയിൽ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെടുക്കേണ്ട ഒരു ഇനമാണ്. പിന്നെ തണ്ടുവരപ്പനൊക്കെ ചെറിയ രീതിയിലൊക്കെ വരും. പക്ഷേ എങ്കിലും മറ്റു വാഴകളെ ആക്രമിക്കുന്നതിൽ കൂടുതലായിട്ടൊരു ആക്രമണമൊന്നും നമുക്കിതിനുണ്ടാകില്ല. മരുന്നടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൺട്രോൾ ആവുകയും ചെയ്യും. ഈ കൊല്ലത്തെ വീഡിയോസുകൾ ഏകദേശം 2 വളപ്രയോഗങ്ങളോടുകൂടിയേ ഉള്ളൂ. ആരും വാഴക്കൃഷിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാനുള്ള ആൾക്കാർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസുകൾ ഒത്തിരി, നമ്മളെല്ലാവരും വാഴക്കർഷകരാണ്. വീഡിയോ കാണുന്ന ഓരോരുത്തരും നമുക്ക് വാഴക്കർഷകരാണ്. അന്നേരം നമ്മൾ ശരിക്കും ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് വാഴക്കൃഷി ചെയ്യുന്നത് എന്നത് മാത്രമാണ് നമ്മൾ ചാനലിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കൊല്ലം തൊട്ട് നമ്മൾ നേന്ത്രവാഴ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റോബസ്റ്റയും കൂടി ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഓരോ കൊല്ലത്തിലും നമുക്ക് വെറൈറ്റി ഇനങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നേന്ത്രക്കായുടെ ഇപ്പോഴത്തെ വില അറിയാം, വളരെ കുറവാണ്. പക്ഷേ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നല്ല രീതിയിലുള്ള ഉൽപ്പാദനം കൂടി ഗവൺമെൻറ് സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്, നല്ല സബ്സിഡി കിട്ടുന്നുണ്ട്. അതിൻ്റെ ബേസിൽ ഇപ്പോൾ അവർക്ക് ചെറിയ വിലയാണെങ്കിലും കുഴപ്പമില്ല, അവർക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതെല്ലാം മുതലിലോട്ട് തന്നെയാണ് വരിക. അന്നേരം ആ ഒരു ബേസിലാണ് നമുക്കിപ്പോൾ കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് നല്ല രീതിയിൽ കൊലകൾ വരുന്നുണ്ട്. അന്നേരം ഇവിടെ മാർക്കറ്റ് വളരെ കുറവാണ്. എങ്കിലും ടെക്നിക്കലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഡ്രിഞ്ചിങ് ഉപയോഗിക്കാൻ, ചെറിയ അളവിൽ വളങ്ങൾ ഉപയോഗിക്കാൻ, ഒരു അറ്റ് എ ടൈമിൽ 200 ഗ്രാം വളം അങ്ങനെ തന്നെ കണക്ക് കൂട്ടിയാൽ നമുക്ക് നല്ല കോസ്റ്റ് വരുന്നുണ്ട്. എന്നിരുന്നാലും വളപ്രയോഗങ്ങളൊക്കെ കൃത്യതയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ രോഗങ്ങളൊക്കെ വരാതെ നമ്മൾ സംരക്ഷിച്ച് നിർത്തി വേരുകൾ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമില്ലാതെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, വാഴക്കൃഷി കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട്, വളപ്രയോഗങ്ങൾ അറിയാനായിട്ട് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മുടെ ചാനലിലോട്ട് കൂടുതലായിട്ടും വരിക. കാരണം നമുക്ക് ഇനിയും അടുത്ത കൊല്ലങ്ങളിലും കൃഷികൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ വീഡിയോകൾ അവസാനിച്ചിട്ടില്ല. നമ്മളിനിപ്പോൾ കൊല വെട്ടാനുണ്ട്, അടുത്ത വളപ്രയോഗങ്ങൾ വരാനുണ്ട്. അതുപോലെ ഇനി എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരാൻ 90% ചാൻസ് ഇല്ല. അങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെ വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അന്നേരം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ 90% കൊലകൾ ഇട്ട് നിൽക്കുന്ന തോട്ടം ഒന്ന് കാണിച്ചു തരാനാണ്. ആയില്ല എങ്കിലും നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്താണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. ഏകദേശം ഒരു 1.5 മാസം കൂടി കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ കൊലകളൊക്കെ മൂപ്പായി തോട്ടം നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് സംതൃപ്തി കിട്ടുന്ന രീതിയിലാകണമെങ്കിൽ ഒരു 2 മാസം കൂടി കഴിയണം. അന്നേരം നമുക്ക് വീഡിയോ എടുക്കുന്ന ടൈമിൽ കൊലകളെല്ലാം നല്ലതുപോലെ മൂപ്പെത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.